जीवन ज्योत जागर है। सत्यं शिवं सुंदरं, सत्यं शिवं सुंदरं, सत्यं शिवं सुंदरं, सुंदरं।
ഫിൽമി ഡിവോഷണലില് നല്ലൊരു അടിപൊളി സോങ്, ഭയങ്കര ഒരു ഡിവൈൻ വൈബ് തന്നെ തുടക്കം ക്രിയേറ്റ് ചെയ്തു അല്ലേ? അതെ, ചോദിക്കാം നമുക്ക്. ശരത് സാർ. അപ്പൊ മോളെ ചക്കര പോലെ പാടി. താങ്ക് യു സർ. കാര്യം ഞാൻ മനസ്സിൽ മോൾക്ക് ഇതൊക്കെ മിസ്സാവും എന്ന് വിചാരിച്ചിരുന്ന ഒന്നും മിസ്സായില്ല. അസാധ്യമായിട്ട് പാടി. താങ്ക് യു സർ. മോളെ ഏക് ബനെ സബ് അത് പാടാമോ? ഏക് ബനെ സബ് ദയാ കരോ പ്രഭു, ഏക് ബനെ സബ് താരി തിരി തീ ഏക് ബനെ സബ്. അത്ര ഇറങ്ങണ്ട മോളെ. ഏക് ബനെ ദാരര തീരരി ദാ ഏക് ബനെ ഏക് ബനെ സബ് ഏക് ബനെ സബ് ഏക് ബനെ ഏക് ബനെ. ഏക് ബനെ. ഇങ്ങോട്ട് ഇറങ്ങല്ലോ കുഞ്ഞ്. ദാരി തീരരി ഏക് ബനെ ഞാൻ പറഞ്ഞ മോള് പറഞ്ഞ രീ ആണ്. ഏക് ബനെ സബ്. ഏക് ബനെ. അത് കുഴപ്പമില്ല, അത് തെറ്റൊന്നുമില്ല കേട്ടോ മോളെ. എനിക്കത് കേട്ട ഒരു ഓർമ്മയില ഞാൻ ഈ പറയുന്നത് കേട്ടോ. മക്കളെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ കോറസ് അസാധ്യമായിരുന്നു. കലക്കി. നിങ്ങൾ എന്ത് പൊളിയാ വിളിച്ചത്? ഓ അസാധ്യം, നല്ല ഹാർമോണീസ്, സൂപ്പർ സൂപ്പർ. ഞാൻ വേറൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. ഒരു വളരെ പ്രശസ്തയായിട്ടുള്ള ഒരു പാട്ടുകാരി എനിക്ക് പാടാൻ വന്നു. അപ്പോൾ അതൊരു സിമ്പിളായിട്ടുള്ള കാര്യം പറഞ്ഞുതരാം. ഒരു പാട്ട്. അപ്പൊ എനിക്ക് അത് വേറെ ഈ ചാക്കച്ചാക്കിട്ട അതൊരു സുഖമല്ലാതെ കൊണ്ട് ഞാൻ പറഞ്ഞ് ഒരു ടാ മുമ്പ് വയ്ക്കാൻ പറഞ്ഞു. പാടിയതേ ഇല്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം ഒരക്ഷരം മുമ്പ് ഈ പറയണം, അത് ചെയ്തില്ല. അങ്ങനെ വരരുത് കേട്ടോ മോളെ. ഇത് നമ്മൾ എന്ത് ചേഞ്ച് പറഞ്ഞാലും ഉടനെ അങ്ങോട്ട് പാടാനുള്ള ഒരു കപ്പാസിറ്റി നമ്മൾ വളർത്തണം. കേപ്പബിൾ ആയിരിക്കണം എവിടെ പോയാലും കേട്ടോ. ശരി, നിങ്ങൾ പറയൂ, അടുത്ത് കേക്കട്ടെ. ഓക്കെ, താങ്ക് യു ശരത് സാർ. ഇറ്റ്സ് ഓക്കെ മോളെ. കലക്കി പാടി കേട്ടോ. താങ്ക് യു സർ. ഉഗ്രനായിട്ട് ഒരു രക്ഷയില്ല. അതുപോലെ എനിക്ക് തോന്നുന്നു നമ്മള് ഷോ തുടങ്ങിയിട്ട് ഐ തിങ്ക് വൺ ഓഫ് ദ ബെസ്റ്റ് കോറസ് കോർഡിനേഷൻ. ആഹാ, സൂപ്പർ ആയിരുന്നു. വെരി പ്രൊഫഷണൽ. അതെ, ഞാൻ ഏക് ബനെ സബ് മാത്രം അങ്ങനെ എഴുതി വെച്ചു. ബാക്കിയൊക്കെ ഞാൻ ആ ഫീലിലായിരുന്നു. പാട്ടിന്റെ ഫീൽ ഗംഭീര ഫീലിലാണ് മോൾ പാടി. അതിന് ഓക്കെ. പക്ഷെ ഇത് ഗ്രാസ്പ് ചെയ്യണം കേട്ടാ. ആസ് എ സിംഗർ യു ഹാവ് ടു ലേൺ ദാറ്റ് കേട്ടാ. ആസ് എ വെരി ഗുഡ് സിംഗർ യു ഹാവ് ടു ലേൺ ദാറ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക. ഹൈ ചേട്ടാ. തീർത്താ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ശ്രുതി ചേർന്ന് പാടുമ്പോൾ തന്നെ നമുക്ക് കേൾക്കാൻ ഒരു സുഖമാണ്. മനസ്സിലായത്? എസ്പെഷ്യലി ഇങ്ങനത്തെ പാട്ടിൽ അതാണ് ഏറ്റവും ഡിമാൻഡ് ചെയ്യുന്നത്. അതങ്ങനെ ആ ശ്രുതി ചേർന്ന് ഇങ്ങനെ തുടക്കം മുതൽ പോകണം. അപ്പം മോള് അതായിരുന്നു ഇന്ന് ഏറ്റവും നല്ലൊരു കാര്യം. നല്ല ക്ലീൻ സിംഗിങ് ആയിരുന്നു. പക്ഷെ ഈ അൺലേണിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ചില നമ്മൾ പഠിച്ച് വെക്കും. അപ്പം അതായിരുന്നത് പാടിയ നേരത്തെ. അപ്പൊ മോളെ അതൊന്ന് പാടിക്കത് ജസ്റ്റ് ഒന്ന് ഒരു പ്രാവശ്യം കൂടി നോക്കാം നമുക്ക്. യൂട്യൂബ് ബ്രൂട്ടസ്. ഓക്കെ, അത് നന്നായിട്ട് ആ നോട്ട് കിട്ടിയല്ലോ. അതാണ് ഗാ പാടിക്ക. ഗാ പാടിക്ക. അതൊന്ന് ഒരുമിച്ച് പാടിക്ക. ഏക്ക് ബനെ അല്ലേ? ഒന്ന് പാടിക്കും മോൾ, വെറുതെ പാടിക്കേ. ബനെ അത് മാത്രം പഠിക്കാം. ബനെ സബ് മൊത്തത്തിൽ പഠിക്കാം. ബനെ സബ്. ഏക്ക് വേണ്ട, ഏക്ക് നമുക്ക് വിടാം. ഇപ്പം ബനെ സബ് ഏക്ക് കഴിഞ്ഞിപ്പോ കൊറേ അത് രജിസ്റ്റർ ആയോ? ചുമ്മാ പാടരുത്. രജിസ്റ്റർ ആയോ എന്ന് ആലോചിച്ച് മനസ്സിലായത് കൂടെ വരുമ്പോ. അല്ലല്ല, ഇത് മാത്രം പാട്.
बने सब बने सब एक बने सब एक बने ആ सब കൈയടിച്ചോ ആയോ ഞാൻ തോറ്റ സ്ഥലത്ത് ഹരി ജയിച്ചു. എന്റെ പൊന്നേ ചേട്ടാ വെരി ഗുഡ്. എടാ അത് പഠിപ്പിച്ചെടുക്കാൻ പറ്റിയല്ലോ. വെരി ഗുഡ്, അപ്പോ- വെരി ഗുഡ് ഹരി. താങ്ക് യു. ഐ ലവ് യു. ഐ ലവ് യു ടു. അപ്പോൾ മോളെ ഇങ്ങനത്തെ നമ്മൾ പെട്ടെന്ന് കിട്ടണം. ഇപ്പം ഞാനിരുന്ന് പഠിപ്പിച്ച പോലെ പഠിപ്പിക്കില്ലാരും. അപ്പം നമുക്ക് അല്ലെങ്കിൽ ശരത്തേട്ടൻ പറഞ്ഞു തന്ന പോലെ പറഞ്ഞു തരില്ല. എല്ലാവർക്കും അത്ര ക്ഷമയൊന്നും ഇല്ല. അപ്പം നമ്മളൊരു ടേക്ക് അങ്ങ് എടുക്കണം, ഇതെങ്ങനെ പാടണം എന്ന് പറയും. അപ്പോൾ മോളെ ഇത് എന്തായാലും ഈ ഒരു കാര്യം കുറച്ചുകൂടി ഗ്രാസ്പ് ചെയ്യുന്നതൊന്ന് സെറ്റാക്കണം കേട്ടോ. പെട്ടെന്ന് നമ്മളൊരു സംഗതി പാടി കറക്ഷൻ ചെയ്യുമ്പോൾ അത് കിട്ടണം നമുക്ക്. അതെന്താണെന്ന് മനസ്സിലാവണം. അത് ചുമ്മാ പാടി പോരുത്. അത് എന്തായിരുന്നു അത് പാടിച്ചത് എന്നുള്ളതൊന്ന് ആലോചിച്ചിട്ട് വേണം നമ്മൾ പാടാൻ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ഓക്കെ, മാത്സ് ചോദിക്കാം. ചോദിക്കാം. ശരത് സാർ. മക്കളെ ഇച്ചിരി മാർക്ക് കുറവാ, എന്നാലും കുഴപ്പമില്ല. 9.4. താങ്ക് യു സർ. താങ്ക് യു ശരത് സാർ. ഷാനിക്ക. 9.5. താങ്ക് യു സർ. എത്രയായിരിക്കും? 9.6 ആയിരിക്കും. 9.4. ഓക്കെ, ടോട്ടൽ 28.3 മാർക്സ്. സൂപ്പർ, താങ്ക് യു. അടിപൊളി. ഇനി അടുത്ത റൗണ്ട് അടിപൊളിയാക്കണം. ഓൾ ദി ബെസ്റ്റ്. മക്കളെ ചക്കരെ അങ്ങോട്ട് വരൂ, അവിടെ കേറൂ. മാണി 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 കഴിഞ്ഞില്ലേ? വേഗം വന്നോ, വേഗം. വീണ്ടും അംബാനി വൈബ്. രണ്ടാമത്തെ ആളേട്ടാ ഷാനിക്ക. എന്തോ? രണ്ടാമത്തെ ആള്. കൊടുക്ക് അങ്ങോട്ട് എണ്ണീട്ട്. അയ്യോ ഞാൻ പാർവതിക്ക് ഒരു 20 രൂപ കൂടെ കൊടുത്തു. പാവം. ചേർത്തേട്ടാ ചായ കുടിക്കട്ടെ. ഇങ്ങനെ ഓരോരുത്തരും 20 രൂപ വെച്ച് വാങ്ങിക്കും. അതിനാണ് കമ്മീഷൻ പിച്ച എന്ന് പറയുന്നത്. കമ്മീഷൻ. അല്ല, അതാണ് പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരാതെ എന്നാലും കുഴപ്പമില്ല. എന്തൊക്കെയോ കാണിക്കുന്നു അവിടുന്ന്. എന്തൊക്കെയോ കാണിക്കുന്നു. ശരത് ബാങ്ക്, ബാങ്ക് ഓഫ് ശരത്. ബാങ്ക് ഓഫ് ശരത് ലോണുകൾക്കായി അഭ്യർത്ഥിക്കുന്നു, അതെ. തിരിച്ചടക്കണ്ട. എത്ര രൂപ കൊടുത്തു? ഇത് കൊള്ളാലോ. ഞങ്ങൾക്ക് എന്താ ശരത്തേട്ടാ? ഞങ്ങൾക്ക് അതെന്ത് പരിപാടിയാണ്? അതില്ല ഇതിനാണ്. ഹരിച്ചേട്ടാ എന്താ പറഞ്ഞേ? പിച്ചയോ? നിനക്ക് ഇന്നത്തേക്കായല്ലോ. എന്റെ പേയ്മെന്റ് ആയല്ലോ. നീ മറ്റേ വൈകിട്ട് വരെ കളക്ട് ചെയ്യുന്ന ഒറ്റയടി കിട്ടിയില്ലേ? താങ്ക് യു ശരത് സർ. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓൾ ദ ഐ ഗെയിം. ലവ് യു. ഐ ലവ് യു ടു. നിനക്ക് ആ It's പൈസ തന്നപ്പോ ലവ് യു ഒറ്റ കയറി വെച്ചായിരുന്നു. അപ്പൊ തീർത്ത ആദ്യമായിട്ടാണ് 500 രൂപ കാണുന്നത്. എനിക്ക് സന്തോഷായില്ലേ? എനിക്ക് സന്തോഷായി. ഓക്കേടാ. Ni pa maga